ഈ ശംശിഹാക്കി സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഓഗസ്റ്റ് 26 അബൂന്തിയൂസ് ദ മാർട്ടർ, രക്തസാക്ഷിയായ വിശുദ്ധ അബൂന്തിയൂസ്. വലേറിയൻ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്താണ് രക്തസാക്ഷിയായിട്ട് ഈ അബൂന്തിയൂസ് മരിച്ചത്. വെള്ളത്തിൽ മുക്കി കൊല്ലുകയായിരുന്നു. ഇറ്റലിയിലെ റോമായിലെ നദിയിൽ വെള്ളത്തിൽ മുക്കി കൊല്ലുകയായിരുന്നു. കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയില്ല. ഈ വലേറിയൻ ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്ത് ഒരുപാട് പേര് ഇതുപോലെ രക്തസാക്ഷികളെ മരിച്ചിട്ടുണ്ട്. ആ രക്തസാക്ഷികളുടെ പട്ടിക നമുക്കുണ്ട്. അവരെങ്ങനെ കൊല്ലപ്പെട്ടെന്ന് ഏകദേശം ധാരണയുണ്ട്. ക്രിസ്ത്യാനികളായതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. ഈ അബൂന്തിയൂസ്, രക്തസാക്ഷിയായ അബൂന്തിയൂസിനോടൊപ്പം ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന പലരുണ്ട്. അലക്സാണ്ടർ ഓഫ് ബെർഗാമോ, അനസ്താസിയൂസ് ദ ഫുള്ളർ, ബ്രഗ്വിന ഓഫ് കണ്ടർബറി, എലയാസ് ഓഫ് സിറാക്കൂസ്, എലവത്തേരിയൂസ് ഓഫ് ഒക്സ്വറെ, ഫെലിക്സ് ഓഫ് പിസ്തോറിയ, ഹെർലൂയിൻ, യോവാക്കിം വഥനാബിളെ, യിറോസോമോൻ, ഇരണോവസ് ഓഫ് റോം, യാക്വസ് റെത്തോറത്ത്, യാന്നെ എലിസബത്ത് ദേസ് ബിഹിയർ ദെ ആംഗസ്, ജോൺ ബസാനോ, ജോങ് ഓഫ് കറമോല, യുവാൻ ഉർഗേൽ, ലവ്ഖാദിയ ഹെറാസിമിഫ്, മാർഗരറ്റ് ഓഫ് ഫെൻസ, മരിയ കൊർസീനി, ബെൽത്രാമെ കൊത്തോറോക്കി, മേരി ഓഫ് ജീസസ് ക്രൂസിഫൈഡ്, മാക്സിമിലിയൻ ഓഫ് റോം, മെൽക്കിസെദെക് ദ പെട്രിയാർക്ക്, ഒറോന്തിയൂസ് ഓഫ് ലെഖെ, പാന്ത്വീന, റുഫീനസ് ഓഫ് കപ്പുവ, സെക്കുന്തുസ് ദ തെബാൻ, സ്റ്റനിസ്ലാവസ് ഹാൻ ജുവാംഗം, തെരേസ ദ ഗെസു, യോർനത്ത് ഇബാഴ്സ്, വിക്ടർ ഓഫ് സെസേറിയ, വിക്ടർ ദ മാർട്ടർ, വ്യേവിയൻ ഓഫ് യോർക്ക, മാർട്ടേഴ്സ് ഓഫ് സെലാനോ 3 പേര്, മാർട്ടേഡ് ഇൻ ദ സ്പാനിഷ് സിവിൽ വാർ, അലയാൻഡ്രോ മാസ് ഗിനെസ്റ്റർ, എമിലിയോ സെറാനോ ലിസറാൾഡെ, ഫെലിക്സ് വിവറ്റ് ത്രബാൽ, ഫ്രാൻസെസ്ക് കസാദെമോന്ദ് റിബാസ്, യോസഫ് മരിയ തൊളാഗുറ ഒലീവ, യുവാൻ സെഗൂറ റുബീറ, ലൂയിസ് മൊറേനോ അലിയൻഡെ, ലൂയിസ് വാൾസ് മത്രമാലെസ്, മരിയ ദ ലോസ് ആഞ്ചലസ് ഗിനാർഡ് മാർത്തി, ഫെറെ സിസ്റ്റേർന തൊറേന്ത, അലക്സാണ്ടർ ഓഫ് ബ്രെസ്കിയ, ഗലാസിയൂസ് ഓഫ് പൊത്വേർ, മത്രിയൂസ് ഓഫ് കൊമീങ്കസ്, സെഫറിൻ നമുങ്ക്യൂറ. ഇതിൻ്റെ കൂട്ടത്തിൽ ചെസ്റ്റക്കോവയിലെ അവർ ലേഡി, നമ്മുടെ ചെസ്റ്റക്കോവ എന്ന് പറയുന്നത് പോളണ്ടിലെ ദേശീയ തീർത്ഥകേന്ദ്രമാണ്. അവിടെയുള്ള ബ്ലാക്ക് മെഡോണ, അവർ ലേഡി ഓഫ് ചെസ്റ്റക്കോവ എന്ന് പറയും. പോളണ്ടിൻ്റെ രക്ഷക എന്ന് പറയുന്നതും ഈ മുസ്ലിംസിൻ്റെ അധിനിവേശത്തെ തടയാനായിട്ട് ഈ ചെസ്റ്റക്കോവയിലെ അമ്മയാണ്, മദർ മേരി ആണ് കാരണമായത് എന്നും, അതിനാൽ തന്നെ പോളണ്ടിലൊരു ദേശീയ വികാരമാണ് ഈ ചെസ്റ്റക്കോവയിലെ ബ്ലാക്ക് മെഡോണ, കറുത്ത നാഥ എന്നറിയപ്പെടുന്നത്. അത് ആ പെയിൻറ്റിങ് അത് ഇങ്ങനെ തന്നെ കറുത്തു പോയതാണ്. അപ്പോൾ അതൊരു മിറാക്കുലസ് ഫെയ്ഡിങ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഏതായാലും പോളണ്ടിലെ ക്രിസ്ത്യാനികളുടെ മുഴുവൻ രക്തം തിളയ്ക്കുന്ന ഒരു സംഗതിയാണ് ഈ ചെസ്റ്റക്കോവയിലെ മദർ മേരി എന്ന് പറയുന്നത്. മുസ്ലിംസിൻ്റെ അധിനിവേശം പോളണ്ടിൽ ഇല്ലാത്തതിന് കാരണം അവിടെ വെച്ച് അന്നത്തെ രാജാവ് മുസ്ലിംസിൻ്റെ അധിനിവേശത്തെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തു. വിയന്ന എന്നുള്ള വരവ് അവർ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെയാണ് പോളണ്ടിൽ മുസ്ലിം അധിനിവേശം ഇല്ലാതെ പോയത്. ഇപ്പോഴും പുതിയ ഗവൺമെൻറ് ഈ അധിനിവേശം വേണമെന്ന് വിചാരിക്കുന്നവരൊക്കെയാണ്. പഴയ ഗവൺമെൻറ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കത്തോലിക്ക വിശ്വാസമുള്ള ആന്ദ്രേ ദൂതെ എന്ന് പറയുന്ന മഹാനായ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഈ മുസ്ലിംസിന് പോളണ്ടിൽ കടക്കാനുള്ള ശ്രമങ്ങളൊക്കെ പലതരത്തിൽ ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല. അങ്ങനെ നടന്നാലുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ജർമ്മനിയിലും ഫ്രാൻസിലും അതുപോലെയുള്ള മറ്റ് പല രാജ്യങ്ങളിലും സംഭവിച്ചതുപോലെയാണ്. കാരണം അവർക്ക് അഭയം കൊടുക്കുന്നൊരു പ്രശ്നമുണ്ടായിട്ടല്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒട്ടകത്തിന് തല കടത്താനായിട്ട് സ്ഥലം കൊടുത്തതുപോലെയാണ് ഇവരുടെ പലപ്പോഴും പല സ്ഥലത്തും സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു പേടി യൂറോപ്പിൽ മൊത്തമുണ്ട്. ഒരു പക്ഷേ ആ പേടി നല്ലതാണ്. കാരണം ഇവിടെയുള്ള ക്രിസ്ത്യാനികളൊക്കെ ബോധം വയ്ക്കാനായിട്ട് അത് സാധിക്കും. പലരും പ്രചരിപ്പിക്കുന്നത് കുറേ കൊല്ലങ്ങൾ കഴിയുമ്പോൾ യൂറോപ്പ് മുഴുവൻ മുസ്ലിം ആയി പോകുമെന്നാണ്. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അങ്ങനെ വിചാരിക്കാത്തതിന് കാരണം
പല സ്ഥലത്തും അപകടങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അപകടങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും പ്രതിരോധിക്കാതിരിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ മുതലെടുപ്പുകളാണ്. എങ്കിലും പൊതുവികാരം ഉണ്ടാകും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, ഈ ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ ശരിയായിട്ട് പഠിച്ചു വരുമ്പോൾ എന്തുമാത്രം മോശമാണത്, ബൈബിളിലേക്ക് എത്രയോ താഴെക്കിട കിടക്കുന്ന ഒരു സംഗതിയാണത് എന്ന് തിരിച്ചറിയുകയും ആ തിരിച്ചറിവിൽ നിന്ന് ഒരു പ്രതിവിപ്ലവം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതെൻ്റെ സ്വപ്നങ്ങളാണ്, പക്ഷെ സംഭവിക്കുമെന്ന് തന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും നമുക്ക് ഓർക്കാനുള്ള സംഗതികൾ ഇതൊക്കെ ഈ വിശുദ്ധരൊക്കെ ഓർക്കുമ്പോൾ എന്തുമാത്രം ഒരു ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഈ 12,000 വർഷം എന്തുമാത്രം ആക്രമണങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു, എന്തുമാത്രം യുദ്ധങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു. അവിടെയൊക്കെ നമുക്ക് ഈ ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നിലപാടുകൾ എടുത്ത ഒരുപാട് രാജാക്കന്മാർ, ഒരുപാട് വിശുദ്ധർ, അതെല്ലാം നമുക്കും പ്രചോദനമാകണം. അങ്ങനെ ക്രൈസ്തവ വിശ്വാസം എന്ന നിധി സൂക്ഷിക്കാൻ ജീവൻ ത്യജിക്കേണ്ടി വന്നാൽ ആ ത്യജിക്കണം എന്നുള്ള ഒരു തീവ്രമായ ഒരു വിശ്വാസ തീക്ഷ്ണത നമ്മളുണ്ടാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.